Hello guys, welcome back to my channel Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചിക്കൻ ബർഗറിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചിക്കൻ ബർഗർ എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് പാറ്റീസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു ഹാഫ് ഒനിയനും 2 ഡ്രൈ ചില്ലിയും അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോളം ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയുടെ പൾസ് ഒന്ന് അങ്ങോട്ടാണെന്ന് ആക്കേണ്ടത്. ഒരു 5 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ ഇതുപോലെയുള്ള ബ്രൗൺ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്രൗൺ സൈഡും അതുപോലെ തന്നെ വൈറ്റ് സൈഡും ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫസ്റ്റ് നമുക്ക് ബ്രൗൺ സൈഡ് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മിക്സി തന്നെ നമുക്ക് വൈറ്റ് ഭാഗം ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സൈഡ് ചിക്കൻ്റെ ആ ഒരു മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മറ്റേ നമ്മൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പാറ്റീസിൻ്റെ മിക്സ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ വൈറ്റ് സൈഡ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒന്ന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ലൂസാവും. ആ സമയം നമ്മളിതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളും ഞാൻ ഇതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. കറക്റ്റായിരുന്നു. 5 വൈറ്റ് പോർഷനും ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നു. പിന്നെ ഇത് കോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസും മുട്ടയും അതുപോലെ തന്നെ 1 കപ്പ് മൈദയുമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് എടുക്കാം. അപ്പം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ്റെ മിക്സ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ ആക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പം ഒരുപാട് തിന്നായിട്ട് ഇത് പരത്തണ്ട, അത്യാവശ്യം തിക്നെസ്സിൽ വേണമെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇത് മൈദയിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എഗ്ഗിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിന് എനിക്കിവിടെ 5 പാറ്റീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് വേഗണം. അതുകൊണ്ട് തന്നെ തീ കുറച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ടാൽ നമ്മൾ അതിൻ്റെ ആ ഒരു കോട്ടിങ് കരിഞ്ഞും പോകും. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പാറ്റീസ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി 2 കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ബർഗർ ബൺ അല്ല കിട്ടിയിരിക്കുന്നത്, സാധാരണ ബണ്ണാണ്. അപ്പോൾ ആ ഒരു ബണ്ണ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാറ്റാം. ഫസ്റ്റ് നമ്മൾ ബർഗറിൻ്റെ അടിഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് ഒരു 1-1.5 ടീസ്പൂണുള്ള മയോനൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 3-4 പീസ് കുക്കുംബർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്ലൈസ് ആയിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും വെക്കാം. ഇപ്പോൾ ഞാൻ ടൊമാറ്റോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒനിയൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാറ്റീസും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ബണ്ണിൽ നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ മയോനൈസും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് തേക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ടൂത്ത് പിക്ക് കൂടെ കുത്തി വയ്ക്കാം.
നമുക്ക് ചീസ് വെച്ചിട്ടുള്ള എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബണ്ണ് വെച്ച് കൊടുക്കാം, മയണൈസ് തേക്കാം, കുക്കുംബർ, അതുപോലെ തന്നെ ടൊമാറ്റോ, ഓനിയൻ, പാറ്റീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. മയണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബണ്ണും കൂടെ വെച്ചിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കാം. അപ്പോൾ ചീസ് വെച്ചതും വെക്കാത്തതുമായിട്ടുള്ള 2 ബർഗറാണ് ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.